ഇനി ഈ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയോ സ്പെയിനോ ആര് കപ്പടിച്ചാലും കണ്ണൂരിലെ വിദ്യാർത്ഥികൾക്ക് കോൾ അടിക്കും കേട്ടോ. കണ്ണൂരിലെ ചില സ്വകാര്യ ബസ്സുകൾ വിദ്യാർത്ഥികൾക്കൊക്കെ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിഖിൽ അളവൂർ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. നിഖിലെ, ഫുട്ബോൾ ആവേശം മലബാറിൽ വേറെ ലെവലാണ്. ഇത്തവണ ഇഷ്ട ടീമുകൾ ജയിച്ചാൽ പിള്ളേർക്ക് ഓഫർ അടക്കമുണ്ട്. നിഖിലെ, കേൾക്കാമോ? നിഖിലിലേക്ക് നമുക്ക് എത്താം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആ ഫൈനൽ, സ്വപ്ന ഫൈനലിൽ ആര് ജയിച്ചാലും കണ്ണൂരിലെ കുട്ടികൾക്ക് സൗജന്യ ബസ് യാത്രയാണ് അവിടുത്തെ സ്വകാര്യ ബസ്സുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിഖിലെ, കേൾക്കാമെങ്കിൽ പറഞ്ഞോ നിഖിലെ. ഇത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഫാൻ ഫൈറ്റുകളും ബെറ്റിങ്ങുകളും ഒക്കെ പല വിധത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കണ്ണൂരിലെ ചില സ്വകാര്യ ബസ്സുകൾ ഇത്തവണ മത്സരിച്ചിറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അവർ വലിയ വാഗ്ദാനം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. കാരണം ഈ ഫൈനലിൽ കപ്പടിക്കുന്നത് അർജന്റീനയാണ് എങ്കിൽ കണ്ണൂർ ആശുപത്രി മയ്യിൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന യുണീക്ക് ബസ്, അതുപോലെ തളിപ്പറമ്പ് ധർമ്മശാല റൂട്ടിൽ സർവീസ് നടത്തുന്ന ചിന്നുക്കുട്ടൻ ബസ്, അങ്ങനെ കണ്ണാടിപ്പറമ്പ് മയ്യിൽ ആ റൂട്ടിൽ ഓടുന്ന റെജ തുടങ്ങിയ ബസ്സുകൾ അർജന്റീന കപ്പടിച്ചാൽ തിങ്കളാഴ്ച വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അർജന്റീന ആരാധകർ മാത്രം അങ്ങനെ ഓഫർ നൽകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്പെയിനിനെ ആരാധിക്കുന്നവർ എന്ന് കരുതുന്ന ആളുകൾ വന്നിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്പെയിൻ ആരാധകർ എല്ലാം സ്പെയിനിന്റെ മാത്രം ആരാധകരാകണമെന്നില്ല. നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ അങ്ങനെയാണല്ലോ, ആ ഒരു കോമ്പിനേഷൻ അങ്ങനെയായി വരുന്നുണ്ട്. ഈ ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി അങ്ങനെ ടീമുകളെല്ലാം ഇപ്പോൾ സ്പെയിൻ ആരാധകരായി മാറിയ സാഹചര്യത്തിൽ ഏതായാലും സ്പെയിൻ ജയിച്ചാൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സുൽത്താൻ, അതുപോലെ തന്നെ ഹരിശ്രീ തുടങ്ങിയ ബസ്സുകളൊക്കെ, അങ്ങനെ ചില ബസ്സുകൾ അങ്ങനെയും രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ആര് കപ്പടിച്ചാലും കണ്ണൂരിലെ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച കോളടിക്കും. ഈ ബസ്സുകളിലെല്ലാം തന്നെ ഇവർ വാഗ്ദാനം ചെയ്ത സൗജന്യ യാത്ര നൽകുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ റീലുകളും ചില പോസ്റ്ററുകളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മറ്റ് ബസ്സുകളും ഇത്തരത്തിൽ ഈ ഫാൻ ഫൈറ്റിന്റെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ പല വിധത്തിൽ ലോകകപ്പ് ആവേശം നമുക്ക് ചുറ്റും അതൊരു കൊടുക്കുന്ന ചോദ്യമാണ് ചെയ്തു. കാരണം ഞാൻ അതിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന അല്ല എന്നതാവും എന്റെ. കാരണം ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെയും ആർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടോ ആ ടീമുകളൊക്കെ തോറ്റു, ഓരോരോ റൗണ്ടുകളിലായി പുറത്തായി. ആദ്യം എന്റെ ഇഷ്ട ടീമായ ജർമ്മനിയാണ് പോയത്, പിന്നീട് അങ്ങോട്ട് പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, ബ്രസീൽ ഇതൊക്കെ വന്നതാണ്, എല്ലാവരും പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞതുപോലെ അർജന്റീനയ്ക്കെതിരെ മത്സരിച്ച എല്ലാ ടീമുകളെയും, കേപ്പ് വെർഡെ ഉൾപ്പെടെ എല്ലാ ടീമുകളെയും സപ്പോർട്ട് ചെയ്തു. അവരെല്ലാം അവരുടെ നാട്ടിൽ അർജന്റീന വിരോധം എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇവിടെ പറഞ്ഞാൽ അതെങ്ങനെയാവുന്ന പറയാൻ പറ്റില്ല. പക്ഷെ ഈ അർജന്റീന എന്ന ടീമിനോടുള്ള എതിർപ്പിനും അപ്പുറത്തേക്ക് അവരുടെ ഫാൻസിനോടാണ് എനിക്ക് കുറച്ചുകൂടി ഒരു വിരോധം. എന്റെ അടുത്ത സുഹൃത്തുക്കളായ അർജന്റീന ഫാൻസിനോടാണ് കുറച്ചുകൂടി വിരോധം തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നതാവും. അല്ല, അതിലൊരു കാര്യമുണ്ട് നിഖിൽ, എനിക്ക് ആ വികാരം മനസ്സിലാവുന്നുണ്ട്. ശരി, ഇപ്പം നിഖിൽ പറഞ്ഞതിലൊരു കാര്യമുണ്ട് കേട്ടോ. അർജന്റീനയോടൊന്നും ആർക്കും വിരോധമൊന്നും ഉണ്ടാവില്ല. ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അർജന്റീന കളിക്കുന്നത് നല്ല കിടിലം കളിയാണ്. ഇപ്പം സെമിയിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, സെമി ഫൈനലിൽ വന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് കളിച്ച ടീം അർജന്റീനയാണ്. വേറെ ആരും ഇത്രയും മനോഹരമായിട്ട് കളിച്ചിട്ടേ ഇല്ല.